10th +2 ഡിഗ്രി ഡിപ്ലോമ ബിടെക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു ജോബ് കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായി മാറിയിരിക്കുകയാണ് ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന കോഴ്സ്. സോ പലരും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടൊരു അവയർനെസ് പലപ്പോഴും ഈ കോഴ്സിനെ കുറിച്ചില്ല. കാരണം ആരെങ്കിലും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിട്ട് ഫാമിലി സജസ്റ്റ് ചെയ്തിട്ട് സാലറി കൂടുതലാണെന്ന് കേട്ടിട്ട് ആ ഒരു രീതിയിലൊക്കെയാണ് സ്റ്റുഡൻസ് പലപ്പോഴും ഈ ഒരു കോഴ്സിലേക്ക് എത്തുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രാജീവ് സാറാണ്. രാജീവ് സാർ അബുദാബി അഡ്നോക്ക് അതേപോലെ സൗദി അറാംകോ പോലത്തെ കമ്പനികളിൽ കൂടുതൽ വർഷത്തെ എക്സ്പീരിയൻസും ഇപ്പോൾ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡിലെ ഡൗട്ട്സ്, അതായത് ഈ ഒരു കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന്, അതേപോലെ ഇത് ചെയ്തു കഴിഞ്ഞ് ജോബ് അന്വേഷിക്കുന്ന സ്റ്റുഡൻസ്, അതേപോലെ ഇവരുടെയൊക്കെ പേരൻസ്, അപ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഡൗട്ട്സൊക്കെ ഇന്ന് സാറിനോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. നമുക്കിപ്പോൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് വരാറുണ്ട്. ഇപ്പം 10th +2 ബിടെക് ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് വരാറുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ചിലപ്പോൾ ഇവരുടെ കൂടെ ഇവരുടെ പേരൻസ് വരാറുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മെയിൻ ഡൗട്ടാണ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോയെന്ന്. സത്യത്തിൽ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യാൻ സേഫ് ആണോ? റിഗിൽ വർക്ക് ചെയ്യുന്നതിന് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഉണ്ട്. ഓക്കെ. ആ സേഫ്റ്റി പ്രാക്ടീസ് ചെയ്യാതെ ഒരു കാരണവശാലും റിഗിനകത്ത് അവർ കയറ്റില്ല. ആ റിഗിൽ കയറണമെങ്കിൽ ബേസിക് സേഫ്റ്റി ഉണ്ട്, ഇൻഡക്ഷൻ, ചിലപ്പോൾ ദിവസങ്ങളെടുക്കുന്ന ട്രെയിനിങ്. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് സർട്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ റിഗിനകത്ത് കയറൂ. സേഫ്റ്റി പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾക്കും ഈ റിഗിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം, സേഫ്റ്റി പ്രാക്ടീസ് ചെയ്യുന്നവന് ഒരു അപകടവും സംഭവിക്കില്ല. അവനെപ്പോൾ സെൽഫ് പ്രൊട്ടക്ഷൻ കഴിഞ്ഞിട്ട് മാത്രം അവൻ്റെ ജോലി ചെയ്യാനുള്ള അവസരവും അനുവദനീയമാണ്. അതുകൊണ്ട് അപകടം എന്നൊരു സാധനം സേഫ്റ്റിയുടെ പഠനം കൊണ്ട് ഒരു കാരണവശാലും ഉണ്ടാകില്ല. പഴയ പോലെ ഉണ്ടാകുന്ന കെയർലെസ്നെസ് ഇപ്പോൾ അനുവദനീയവുമല്ല. വളരെയേറെ നിയമപരമായ നടപടിക്രമങ്ങൾ നടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും സേഫാണ് റിഗിലെ ജോലി. ഓക്കെ സർ, ഈ ഒരു കോഴ്സ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ വേണമെന്നുണ്ടോ? മീൻസ് ഇപ്പോൾ ഈ ഒരു കോഴ്സ് 10th കഴിഞ്ഞവരും ചെയ്യുന്നുണ്ട്, ബിടെക് കഴിഞ്ഞവരും ചെയ്യുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഈ ഒരു കോഴ്സ് ചെയ്യാൻ ആവശ്യമാണോ? ഇല്ല. അടിസ്ഥാന വിദ്യാഭ്യാസം അത് മാത്രമേ ഉള്ളൂ. 8, 9, 10 ക്ലാസ്സിലാണ് എല്ലാം പഠിക്കുന്നത്. അതിന് ശേഷമുള്ള പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ്സാണ്. മേലോട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വരുന്നു. ആ സാങ്കേതിക വിദ്യാഭ്യാസമൊക്കെ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സിനേ ഉള്ളൂ. ബേസിക്കലി 10th സ്റ്റാൻഡേർഡ് മതി, കുറേ കൂടെ കൂട്ടിയാൽ +2. ഓക്കെ. അപ്പോൾ ഇവർക്കൊക്കെ കിട്ടുന്ന ജോബും അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ജോബിലേക്കായിരിക്കും ഇവർ കോഴ്സ് കഴിഞ്ഞാൽ പോകുന്നത്. അതായത് 10th കഴിഞ്ഞ ഒരാൾ അയാൾക്ക് പറ്റുന്ന ഒരു ലെവൽ, ഇപ്പോൾ ബിടെക് കഴിഞ്ഞ ഒരാളാകുമ്പോൾ അയാൾക്ക് പറ്റുന്ന ഒരു ലെവലിലേക്കായിരിക്കും. ലെവലല്ല. ജോബ് എൻട്രി എന്ന് പറയുന്നത് അവരുടെ ടാലൻ്റ് അനുസരിച്ചാണ്. പഠിച്ച് പാസ്സാവുന്ന ഒരു കുട്ടി ഇൻ്റർവ്യൂവിനെ കഴിഞ്ഞ് കയറി കഴിയുമ്പോൾ അതിനകത്ത് അവൻ്റെ സ്കില്ല് അവൻ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനോട് ജോലിയല്ലേ. അവിടെ പിന്നെ ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. ബേസിക്കായി പഠിക്കുന്ന ഏതൊരു കാര്യവും പിന്നെ അവൻ്റെ പെർഫോമൻസിനാണ്. അതാണ് സ്കില്ലെന്ന് നമ്മൾ പറയും. അവൻ്റെ നൈപുണ്യമാണ് അവന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അത് 10th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെക്കാട്ടിൽ ഒരു പക്ഷേ ബിടെക്കാരന് ഇത്രയും സ്കില്ല് കാണില്ല. അപ്പോൾ അവിടെ സ്കില്ലിനാണ് വില. +2 അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡാണ് ഫൗണ്ടേഷൻ ബേസിക്കിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. കാര്യം 8, 9, 10 പഠിക്കുന്നതിൻ്റെ കുറേ കൂടെ ഡെവലപ്ഡ് മാത്രമേ ഉള്ളൂ +2. അത് മാറ്റിയേ ഉള്ളൂ ഡിഗ്രി. അതിൽ കുറവാണ് PG. അത് കഴിയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറേറ്റ് ഒക്കെ പറഞ്ഞാൽ 200 സെൻറ്റൻസ് എഴുതിയ ഡോക്ടറേറ്റായി. പക്ഷേ അവിടെ ഏറ്റവും ബേസായിട്ട് നമ്മളെല്ലാം പഠിക്കുന്നത് 8, 9, 10. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ്. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി. കാര്യം ആൽക്കൈൻസ്, അരോമാറ്റിക്, ഈ 4 ഇത് 4 പഠിക്കുമ്പം കറക്റ്റായിട്ട് 10 കാർബണുള്ള ഹൈഡ്രോ കാർബൺ പഠിക്കുമ്പം ഓയിൽ ആൻഡ് ഗ്യാസ് ആയി. അതാണ് അതിൻ്റെ കണ്ടന്റ്. അപ്പോൾ അത് ബേസിക് പഠിക്കുന്നത് 10ാം ക്ലാസ് 8, 9, 10. ആ ബേസിക് വിദ്യാഭ്യാസം മതി ഇത് പഠിക്കാൻ. പിന്നെ മുകളിലോട്ട് പോയി പഠിക്കുന്നവർ ഇതിനകത്ത് ഒരുപാട് സ്കോപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ സ്കോഴ്സിലേക്ക് താഴേക്ക് വരുന്നത്. കാര്യം ബേസിക്കായിട്ട് ഇവിടെ 10th സ്റ്റാൻഡേർഡാണ് ഏറ്റവും റിലയബിൾ, അല്ലെങ്കിൽ അപ് ടു +2 വരെയുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ. പിന്നെ ഈ ബിടെക് അല്ലെങ്കിൽ പോളി ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് അതിനനുസരിച്ചുള്ള പൊസിഷനിലേക്ക് 12ലധികം വലിയ ജോലികളുണ്ട്. പൈപ്പിംഗ് എഞ്ചിനീയർ ആകാം, NDT എഞ്ചിനീയർ ആകാം. ബാക്കി അതുപോലെ ഉണ്ടാക്കുന്ന ടെക്നിക്കൽ നോഹവിനകത്താണെങ്കിൽ ഇത് മൾട്ടി ഡിസിപ്ലിനറിയാണ്. ഒരുപാട് എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഒന്നിച്ച് ചേർന്നെങ്കിൽ മാത്രമേ റിഗ് ഉണ്ടാകത്തുള്ളൂ. ഇൻസ്ട്രുമെന്റേഷൻ ഡിസൈൻ എഞ്ചിനീയർ വേണം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വേണം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വേണം, ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ സിവിൽ എഞ്ചിനീയർ വേണം. ഈ മൾട്ടി ഡിസിപ്ലിനറിക്കകത്ത് ഇവർക്കൊക്കെ ചാൻസ് ഉണ്ട്. അവർക്കെല്ലാം ജോലി അവസരമുണ്ട്. പക്ഷേ ആ ജോലി തേടാൻ ഇവർക്ക് ഈ ഒരു കോഴ്സ് അടിസ്ഥാനപരമായി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് ഈ പറഞ്ഞേക്കുന്ന ഡിപ്ലോമയും ബിടെക്കും ഒക്കെ നമ്മളെ തേടിയെത്തുന്ന. കാര്യം അവിടെ സ്കോപ്പ് വളരെ വൈഡാണ്.
അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവർക്ക് പിന്നെ അവരുടെ കാലിബർ അനുസരിച്ച് അവർക്കനുസരിച്ച് തേടി പിടിക്കുമ്പോഴാണെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ ഹയറപ്സിൽ നല്ല മെച്ചപ്പെട്ടു പോവുക. അപ്പോൾ ബേസ് വിദ്യാഭ്യാസത്തിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ബിടെക്കിലേക്ക് വരുമ്പോഴേക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞേക്കുന്നത് ബിടെക്കുകാർക്ക് കുറേ കൂടെ അവരുടെ കാലിബറിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്റ്റൗട്ട്നെസ് ഉണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു വലിയ സ്കോപ്പ് ഉണ്ടാകും. പക്ഷേ നല്ല സ്കോപ്പ് ആഗ്രഹിക്കുന്ന 10-12 ക്ലാസ് കുട്ടികൾക്ക് അവർക്കാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. കാര്യം അവർക്കൊരു ബേസിക്കായിട്ടൊരു തോന്നലുണ്ട്, എനിക്ക് 12ാം ക്ലാസ് മാത്രമല്ലേ ഉള്ളല്ലോ എനിക്ക് ആ ചാൻസ്. പക്ഷേ ഞാൻ ടെക്നിക്കലി നോക്കാവുകയാണ്, നല്ലപോലെ മിടുക്കനായ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവന് കിട്ടുന്ന വൈഡ് സ്കോപ്പ് മറ്റ് വലിയ വിദ്യാഭ്യാസമുള്ളവർക്ക് കിട്ടില്ല. കാര്യം അവർ പ്രായത്തിൽ കുറവും ഒരുപാട് അനുഭവ പരിജ്ഞാനമൊക്കെ ഉണ്ടാക്കുമ്പം ഏറ്റവും ജൂനിയർ ആകുന്നവന് കിട്ടുന്നവനാണ് ഏറ്റവും വലിയ ലാഭം. അവനാണ് ഏറ്റവും വലിയ മിടുക്കൻ. അവനത് കേടി പിടിക്കുകയും ചെയ്യും. അവൻ്റെ സ്കോപ്പും വളരെ വിശാലമായിരിക്കും. അപ്പം അതുകൊണ്ട് ബേസിക് വിദ്യാഭ്യാസം 10th സ്റ്റാൻഡേർഡ് പോയാൽ +2 ഈ 2 ലെവലിന് അപ്പുറത്തുള്ളതെല്ലാം പിന്നീട് ഹയർ അപ്പ് എഡ്യൂക്കേഷനാണ്. പക്ഷേ ഇത് പഠിക്കാൻ ഇത് മതി. ഇതാണ് അതിൻ്റെ യഥാർത്ഥമായ കാരണം. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർ പ്ലസ് പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളത്, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇവരിപ്പോൾ ഒരു കോഴ്സ്, ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിനകത്ത് പ്രാക്ടിക്കൽസിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. കാരണം ഇവർ നാളെ ജോബിലേക്ക് പോകുമ്പോൾ ഇവർ പ്രാക്ടിക്കലി കാര്യങ്ങൾ ചെയ്യുവാണ് അവിടെ. അപ്പോൾ ഇതിനകത്ത് പ്രാക്ടിക്കൽസിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്? പ്രായോഗിക പരിജ്ഞാനം വേണം, ഉണ്ടെങ്കിൽ മാത്രമേ ചെറുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഫീൽഡിൽ ഉണ്ടാകുന്ന 7 സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷൻ, പൈപ്പിംഗ്, NDT, വെൽഡിംഗ്, എഡ്ഡി കറണ്ട്. ഇതിനകത്ത് ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ടുന്ന 3 ഭാഗങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകണം, പ്രായോഗിക പരിശീലനം ഉണ്ടാകണം. 1 വെൽഡിംഗ്, 2 NDT, 3 പൈപ്പിംഗ്. ഈ 3 എണ്ണത്തിനകത്ത് ഉണ്ടാകണം. ഈ സേഫ്റ്റി ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് വെച്ചാൽ ബേസിക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് പിന്നെ അങ്ങോട്ടുണ്ടാകുന്ന അനുഭവത്തിലൂടെ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കുന്ന വൈഡ് ഫ്രെയിമിലുള്ള ഒരു സാധനമാണ്. അതിനകത്ത് നമുക്ക് കാണിക്കുന്ന ഒരു സ്കെച്ച് മാത്രമേ പ്രായോഗികമായിട്ട് കാണിക്കാൻ പറ്റൂ. അല്ലാണ്ട് ഒരു കാരണവശാലും നമുക്ക് റിഗ്ഗിങ് റൈറ്റായിട്ട് പെർഫോം ചെയ്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് കാണിക്കാവുന്ന ഒരു മോഡുലേഷൻ, ആ മോഡുലേഷനിലൂടെ അവർക്ക് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾ മനസ്സിലാക്കുമ്പം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് അല്ലാതെ നമുക്ക് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സും പഠിപ്പിക്കാൻ പറ്റില്ല. ആ പ്രാക്ടിക്കൽ കോഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് NDTക്കും വെൽഡിങ്ങിനുമാണ്. അതാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഈ ഫീൽഡിലെ ഏറ്റവും വലിയ ഹോപ്പുള്ളൊരു പോസ്റ്റാണ് ഈ 2. ഇപ്പോൾ ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻസ്ട്രുമെൻറ്റേഷന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുക? നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം ഡിജിറ്റലൈസേഷൻ്റെ കാലഘട്ടമാണ്. അതെ, 1960 ശേഷമുള്ള ഡെവലപ്മെൻറ്റ് ഡിജിറ്റലൈസേഷനാണ് ഈ ഇൻഡസ്ട്രിയെ കൊണ്ടുപോകുന്നത്. കാര്യം ഒരു മാനുവൽ ആപ്ലിക്കേഷൻ ഇംപ്രാക്ടിക്കലാണ്. നമുക്ക് മനുഷ്യൻ നേരിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം വ്യത്യസ്തങ്ങളാകുന്ന മൾട്ടിപ്പിളാകുന്ന ഏക്കർ നിറഞ്ഞു കിടക്കുന്ന ഇൻഡസ്ട്രിക്കകത്ത് അതിനെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്ന കമ്പ്യൂട്ടർ കൺട്രോൾ സിസ്റ്റമാണ്. അതിനകത്ത് ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ തിങ്സ് എന്ന് പറയും. ആ T എന്ന് പറഞ്ഞിരിക്കുന്ന സെൻസറും ആക്ടിവേറ്ററുമാണ്. അതാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ. അത് സെൻസർ ഉപയോഗിച്ച്, കമ്പ്യൂട്ടർ കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് ഒരു പ്രോസസ്സിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുമ്പം ആ കൺട്രോൾ സിസ്റ്റം വെച്ച് മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അത് സേഫായിട്ട് വളരെ കൃത്യമായിട്ട് ക്വാളിറ്റി ഉപയോഗിച്ച് കൃത്യമായിട്ട്. കാര്യം മോണിറ്റർ, മെഷർ ആൻഡ് കൺട്രോൾ എന്നാണ് ഈ 3 സിസ്റ്റം ഉപയോഗിച്ച് അത് ചെയ്യുന്നത്. ആ ചെയ്യുമ്പോഴേക്കാണെങ്കിൽ അത് 100% ക്വാളിറ്റി ഓറിയൻറ്റഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെ നമുക്ക് ഈ ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അത് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ പറ്റൂ. കാര്യം അതറിയാതെ ഒരു കുട്ടിക്ക് സേഫ്റ്റി എന്ന് പറഞ്ഞേക്കുന്നത് എന്ത് ചെയ്യാൻ പാടില്ല. ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? മെഷർമെൻറ്റ് ആൻഡ് കൺട്രോളാണ്. ഒരു ഉപകരണത്തിനെ എങ്ങനെ മെഷർ ചെയ്യുന്ന, കൺട്രോൾ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ, ആ കൺട്രോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോളറാണ്. കൺട്രോളർ കമ്പ്യൂട്ടർ കൺട്രോൾ സിസ്റ്റമാണ്. ആ കമ്പ്യൂട്ടർ കൺട്രോൾ സിസ്റ്റമാണ് ഈ പറയുന്ന പ്രോസസ്സിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ഫൈനൽ കൺട്രോൾ എലമെൻ്റ് ആൻഡ് സെൻസർ ആൻഡ് യൂസർ ട്രാൻസ്മിറ്റർ, ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെൻട്രലൈസ്ഡ് ഡേറ്റ ട്രാൻസ്ഫോർമേഷനാണ് ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ബേസിക്കായിട്ട് അറിയാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഇതിനെപ്പറ്റി ഉണ്ടാകുന്ന ഒരു പൊതുധാരണ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ പറയുന്ന സിസ്റ്റം നടക്കുന്നത് ഏറ്റവും ജെനുവൻ ആകുന്ന മോഡേൺ ടെക്നോളജിയാണെന്ന് അറിയണമെങ്കിൽ ദേ മസ്റ്റ് നോ ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷൻ. അല്ലെങ്കിൽ ഇവർ ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോഴും ഇവർക്ക് പല ഇൻസ്ട്രുമെൻറ്റുകളും കാണുമ്പോഴും അല്ലെ ഇത് പ്രവർത്തിക്കേണ്ടി വന്നാലും ഇവർക്ക് അറിയാം. ഒരു കാര്യം കാണുമ്പോൾ സെൻസർ എന്താണ്, സെൻസറിനെ എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുന്നു, അതെന്തൊരു പ്രോഗ്രാം ചെയ്യാം, കാലിബ്രേഷൻ കൂടാതെ എന്താണ് ഈ പറഞ്ഞേക്കുന്നത് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് അല്ലെങ്കിൽ മോഷൻ കൺട്രോൾ എന്താ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അവർ മുൻകൂർ കേൾക്കുമ്പോഴത്തേക്കും ഇതാണല്ലോ ഞാൻ അന്ന് ചെയ്തിരുന്ന കാര്യം, ഇതാണല്ലോ എനിക്കിത്
മനസ്സിലായത് ഇത് ഇത്ര ആണല്ലോ, ഇത് ചെയ്യുന്ന പെർഫെക്ഷൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ദേ ഷുഡ് നോ. അവർ അറിഞ്ഞിരിക്കണം, കറക്റ്റായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ തന്നിരിക്കുന്ന പ്രോഗ്രാം നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ ഗുണം തന്നെ. നമുക്ക് എന്നൊക്കെ നമ്മുടെ കരിക്കുലത്തിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷൻ അതൊരു പ്ലസ് പോയിന്റ് ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ് ട്രെയിനിങ് ആണ് നമുക്കുള്ളത്. അത് ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞേക്കുന്നത് വി ഹാവ് ഇൻക്ലൂഡഡ് ദിസ് സബ്ജക്റ്റ് ആസ് എ ഫങ്ഷണൽ പാർട്ട് ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി. ഓക്കെ. ഇപ്പോൾ കേരളത്തിൽ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് NDT ടെസ്റ്റിംഗ് മെത്തേഡ്സ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഇവർക്ക് ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ യൂസ്ഫുൾ ആണോ? ഈ കറണ്ടിൻ്റെ പലതരം ഉണ്ടല്ലോ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമ്മളിപ്പോൾ ഉണ്ടാകുന്ന ബോഡിയിൽ ഇലക്ട്രിസിറ്റി വരുമ്പോഴേക്ക് ഉണ്ടാകുന്ന രണ്ട് പർട്ടിക്കുലർ മെറ്റീരിയൽ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പ്രാക്ടിക്കലായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പ്രായോഗികമായിട്ട് അവർ ചെയ്യുന്ന ജോലിക്കകത്ത് ബിൽഡിങ്ങിനകത്തും NDTക്കകത്തൊക്കെ ഉണ്ടാക്കുന്ന കറണ്ട് ഫോർമേഷനകത്തൊക്കെ ഇതിനെപ്പറ്റി ആധികാരികമായ ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു സേഫായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. അപ്പോൾ അതാണ് ഈ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത. എഡി കറണ്ട് എന്ന് പറഞ്ഞാൽ ഈസ് ആൾവേസ് ക്രിയേറ്റിംഗ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി. ആ ഒരു കാര്യം നമുക്ക് അറിയാമെങ്കിൽ പോലും അത് കുട്ടികൾക്ക് അറിയുമ്പോൾ അവർക്ക് ആ ചെയ്യുന്ന ജോലിയിൽ അവർക്കത് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാനൊരു അവസരമായിട്ട് അത് മാറും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാറ് പറഞ്ഞു BTech കഴിഞ്ഞവർക്ക് അതിനനുസരിച്ചുള്ള ഹയർ പോസ്റ്റിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ BTech കഴിഞ്ഞവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീൽഡ് ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവർക്കൊരു സാലറി ഗ്രോത്ത് കൂടുതലുണ്ടാവും. അങ്ങനെ അവർ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഏതെങ്കിലും മേഖലകൾ ഇതിലുണ്ടോ? ഒരു ജിയോളജിസ്റ്റ് ഇല്ലാതെ ഒരു കാരണവശാലും ഒരു റിഗിനെയോ അന്വേഷണമോ എക്സ്പ്ലോറേഷനോ പ്രൊഡക്ഷനോ നടക്കില്ല. ഒരു ജിയോളജി, ഒരു ഭൗമശാസ്ത്രജ്ഞൻ വേണം. അവൻ്റെ പ്രസൻസ് ഇല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. ദേ ക്യാൻ ലേൺ ജിയോളജി ഓൺ ദ വേ, ഓൺലൈനായിട്ട് ഇപ്പോൾ പഠിക്കാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം, ഈ ഡിസൈൻ പ്രോഗ്രാമിനകത്ത് പല മേഖല ഇതിനകത്തുണ്ടാകുന്ന റിഗിനകത്തുണ്ടാകുന്ന റിഗ് സ്ട്രക്ചറിങ് പ്രോഗ്രാം, റിഗ് ഇറക്ഷൻ പ്രോഗ്രാം, ഇങ്ങനെ വെക്കുന്ന പല പ്രോഗ്രാമിനകത്തും നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി ആകുന്ന എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. ഇതിനകത്ത് ഈ ബേസിക് കോഴ്സ് പഠിച്ചതിന് ശേഷം ഇതിനകത്ത് കടന്നുകൂടിയിട്ട് അവർക്ക് അതിനകത്ത് കിട്ടാവുന്ന ടാലൻറ്റ് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി തന്നെ അവരെ അങ്ങ് ഗ്രാസ്പ് ചെയ്യും. അങ്ങനെ പലപ്പോഴും കിട്ടുന്നത്. അല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞേക്കുന്ന ഒരു പ്രൊഫഷണൽ അറ്റൈൻമെൻറ്റിനകത്ത് ഏതൊരു ജോലിക്കാരനെ നോക്കുമ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്ന വെച്ചത് കഴിവുള്ളവർ മാത്രമേ ഏതൊരു കമ്പനിയും സെലക്ട് ചെയ്യൂ. ഇതൊരു ബേസിക് എൻട്രി ആണ്. ബേസിക് എൻട്രി. ഈ ബേസിക് എൻട്രിക്കകത്ത് കൂടിയിട്ട് അവന് പ്രൊമോഷനായി മാറണമെങ്കിൽ അവൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യണം. ആ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് അവന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിക്കും. അവിടെ ഈ വിദ്യാഭ്യാസം പറഞ്ഞിരിക്കുന്നത് ഇവൻ BTechക്കാരനാണ്, ഈസ് എ BTech ഹോൾഡർ, സോ ഇവർ ഈ രീതി നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എത്തുന്ന പ്രോഗ്രാം ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ച ഒരാളാണ് ഈ പ്രോഗ്രാമിൽ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ജിയോളജിസ്റ്റാണ് ഈ പ്രോഗ്രാമിൽ പഠിപ്പിക്കാം. അങ്ങനെ അവർ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇവൻ്റെ ക്വാളിഫിക്കേഷൻ അവർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഇവൻ്റെ വലിയ പോസ്റ്റ് കിട്ടുകയും ചെയ്യും. ബേസിക്കായിട്ട് ഈ 10-12 ക്ലാസ്സിൻ്റെ ഈ കോഴ്സ് ഈ പറയുന്നവർക്ക് കിട്ടുന്നത് അവരുടെ പിന്നീട് ഉണ്ടാക്കുന്ന പ്രൊഫഷണൽ എക്സ്പീരിയൻസും അവരുടെ സ്കില്ലും പ്രകടിക്കുമ്പോഴാണ് കമ്പനി അവരെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ. അല്ലാണ്ട് ഇന്നത്തെ കാലത്ത് മത്സരിക്കാൻ ലക്ഷ്യങ്ങൾ ഉദിക്കുന്ന സമയത്ത് ആ ലക്ഷ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര കോമ്പീറ്റിംഗ് മെൻറ്റാലിറ്റി മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് കിട്ടില്ല. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് എപ്പോഴും സബ്ജക്റ്റിനെ പറ്റി പഠിച്ച് എപ്പോഴും ഇത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഏതൊരു കുട്ടിയും പഠിച്ചതുകൊണ്ട് മാത്രം ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും ജോലിയാണ്ടേ. പക്ഷേ ഇവിടെന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പഠിപ്പിച്ചു വിടുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അവനോട് അവൻ്റെ ബേസിക് കാര്യം പറഞ്ഞു കൊടുക്കും. ഇന്ന വഴികളിലൊക്കെ പോയാൽ നിനക്കൊക്കെ ജോലി കിട്ടും. ഇതിനകത്ത് നിനക്ക് വേണ്ടുന്ന കാര്യം നീ പഠിക്കുന്നത് ഇന്നലെ മറക്കുക, നാളെ എന്ത് വരുമെന്ന് നോക്കാതെ ഇന്ന് നീ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രം പഠിക്കുക. ഇത് പഠിച്ച് ഇതെന്താണെന്ന് മനസ്സിലാക്കി അത് മനഃപ്പാഠമാക്കി മാറ്റി കൃത്യമായിട്ട് അതിനെ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ കഴിയുമ്പോൾ തന്നെ അവർ നിങ്ങളെ കറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യും. കൃത്യമായിട്ട് അവർ ജോലി തരും. ആ ജോലിയിൽ നിങ്ങളെ എപ്പോഴും മാച്ച് ചെയ്യും. നമുക്ക് തോന്നുന്നു നമ്മളെ ആരും മാച്ച് ചെയ്യുന്നില്ല എന്ന്. പക്ഷേ ഏതൊരിടത്ത് ജോലി ചെയ്യുമ്പോഴും 10,000 കണ്ണുകൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പെർഫോമൻസിനകത്ത് എപ്പോഴെങ്കിലും ഒരു എറർ വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടുന്നത് നല്ല ആളെയാണ്, മോശപ്പെട്ട ഒരാളെ വേണ്ട. അപ്പം നല്ല ആളാകാനാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ജോലിയും അത് തന്നെ. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പം ആ പ്രിപ്പറേഷൻ മനസ്സിലാക്കി കൂടെ നിന്ന് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ വലിയ വിദ്യാഭ്യാസം ഉള്ളവനാണെന്നോ അല്ലെങ്കിൽ ചെറിയ വിദ്യാഭ്യാസമായി പോയെന്ന് കരുതിയതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു ഈഗോയുടെ കാര്യം അവിടെ വരുന്നില്ല. ഇവിടെ വരുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് കിട്ടുന്നൊരു സാധനത്തിനെ കൃത്യമായി ആത്മാർത്ഥമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിനെ പ്രായോഗികമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും അത് തരുന്നൊരു കാലം ഏറ്റവും മനോഹരമായ കാലമായിരിക്കും. ആ ഹോപ്പാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതില്ലാതെ ഒരു കുട്ടിക്ക് നമുക്ക് നാളെ നിനക്കൊരു ജോലി തരാം വാ എന്ന് പറയുന്നതല്ല. അവൻ എന്നും ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് അവനൊരു സ്കില്ല് പ്രകടിപ്പിക്കാനുള്ള അവൻ്റെ കഴിവാണ് അവൻ്റെ ഏറ്റവും വലിയ കാര്യം. അതാണ് നമ്മുടെ എയിമും. അതാണ് നമ്മുടെ എയിം. ആദ്യ ഗ്രൂപ്പിൻ്റെ എയിമും തന്നെ അത് തന്നെയാണ്. ഓക്കെ സാർ. ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു 90% സ്റ്റുഡൻസിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് ഷോർ ജോബിലേക്ക് എത്തുക എന്നുള്ളതാണ്.
ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ഇവർക്കൊരു ഓഫ് ഷോർ ജോബ് കിട്ടുമോ? ഓപ്പണിങ്ങിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓഫ് ഷോർ ജോബ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായ ജോലിയാണ്. ആ ക്രിട്ടിക്കൽ ജോലിക്ക് നല്ല എക്സ്പീരിയൻസ്, കാര്യം ആകെ 11 പേര് മതി റിഗിനകത്ത്. ഒരു റിഗിനകത്ത് ഡ്രില്ല് ചെയ്യാൻ, ബാക്കിയൊക്കെ ചെയ്യുന്ന സബ് കോൺട്രാക്ടേഴ്സാണ്. കേസിങ് ബാക്കിയുള്ള പ്രോഗ്രാം 11 പേര് മതി. 4 റഫ്നക്ക്, 4 റൂസ്റ്റ് ബോട്ട്, ഒരു അസിസ്റ്റന്റ് ഡ്രില്ലർ, ഒരു ഡ്രില്ലർ, ഒരു ടൂൾ പുഷർ, ബാനേർ. 11 പേര് മതി. ഈ 11 പേര് നോക്കുമ്പോൾ ഈ 11 പേര് ഒറ്റ ടീമായിട്ട് ഒരു ബഡ്ഡി ഗ്രൂപ്പായിട്ട് ജോലി ചെയ്തെങ്കിൽ മാത്രമേ വളർത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കാണെങ്കിൽ ഒരു നൊവൈസിനെ, ഒരു പുതുമുഖത്തിനെ ഒരു റിഗിനകത്തും അവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെ കിട്ടാമെന്ന് പറഞ്ഞേക്കുന്നത് ഈ പറഞ്ഞ റൂസ്റ്റ് ബോട്ടായിട്ടോ ക്ലീനറായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പോലും അവിടെയും നല്ല ആരോഗ്യവും നല്ല കണ്ടീഷനും ഒക്കെ ഉള്ള ഒരുപാട് നല്ല കഴിവ് പ്രകടിപ്പിക്കണം. ആ പ്രകടിപ്പിക്കണമെങ്കിൽ നമ്മൾ ജോലിയിൽ അങ്ങേയറ്റം ഇൻവോൾവ് ആണെന്നും നമ്മൾ അങ്ങേയറ്റം ഡെഡിക്കേറ്റഡ് ആണെന്നുമുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ ആരും നമ്മളെ പ്രൊമോട്ട് ചെയ്യൂ. 4 പേരെ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് അവനെ മതിയെന്ന് പറയുന്നതിൻ്റെ കാര്യം ഈ 4 പേരിൽ അവൻ മാത്രമാണ് മിടുക്കൻ, ബാക്കി 3 പേരെ എൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം എത്തുന്ന ഒരാളല്ല. അപ്പം അങ്ങനെ സെലക്ഷൻ വരുന്ന ഒരു നല്ലൊരു കൂട്ടത്തിന് കിട്ടുന്നുണ്ട്. അത് കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ അത്രത്തോളം അവരകത്ത് ഡെഡിക്കേറ്റഡാണ്, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നവർ. അങ്ങനെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാതെ ഞാൻ 12ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് നേരെ എനിക്ക് റിഗിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അറിയേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എണ്ണപ്പെട്ട റിഗുകളേ ഉള്ളൂ. ഒരു 1500 റിഗുകളെ ഇപ്പോൾ ഏകദേശം ഈ 2026 ആദ്യം 1600 റിഗുകളെ മൊത്തം ഓഫ് ഷോറിലുള്ളൂ. 1600 റിഗുകളേ ഉള്ളൂ. കരയിലുള്ള വെച്ചാൽ 300 കൂടിയിട്ടുണ്ടെങ്കിൽ പോലുമാണെങ്കിൽ അത് ഒരു 1737-38 ഇപ്പോൾ ആയിട്ടുണ്ട്. ചിലപ്പോൾ 1800 ആയിക്കട്ടെ. ഈ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക. ഈ 1800 എന്ന് വെച്ചാൽ മൊത്തം വന്നാൽ 3500 റിഗിനകത്ത് ഏകദേശം ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഫില്ലായി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ചാൻസ്, നിങ്ങൾ ഇപ്പോഴേ ഇത് പഠിച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് എക്സ്പീരിയൻസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഇനി വരാൻ പോകുന്ന വെച്ചാൽ ഇന്നുള്ളതിൻ്റെ ഏകദേശം ഒരു 6 ഇരട്ടി 2030 ആകുമ്പോഴേക്കാണെങ്കിൽ നമുക്ക് ഇന്നൊരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന 10 കോടി ബാരലാണ്. ഈ 10 കോടി ബാരൽ എന്ന് വെച്ചാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ അത് 60 കോടി ബാരലായി മാറും. ഇന്ന് 1.25 കോടി ജനങ്ങളായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. പമ്പിൽ നിൽക്കുന്ന ജോലിക്കാർ തൊട്ട് റിഗിൽ വരെ ഉണ്ടാക്കുന്ന പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് വരെയുള്ളത് 1.25 കോടി ആൾക്കാരുടെ ലോകത്തെ 700 കോടി ആൾക്കാർക്കിടയിൽ 1.25 കോടി ഈ പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ 5 ഇരട്ടി ആകുമ്പോൾ അത് 6 കോടിയായിട്ട് മാറും. ഈ 6 കോടിയായിട്ട് മാറുമ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. ഈ ഓപ്പർച്യൂണിറ്റീസാണ് നമുക്കുള്ളൊരു പ്ലസ് പോയിന്റ്. ഇത് പഠിക്കുകയാണെങ്കിൽ ഇത് സ്പെഷ്യലായിട്ട് പഠിച്ച് വെച്ചിട്ട് കോമ്പീറ്റ് ആകുന്ന ഒരാൾക്ക് നാളെ വരുന്നൊരു 10 വർഷത്തേക്ക് ഈ ഫീൽഡ് ഒരു ഭയങ്കര സ്കോപ്പാണ്. ഈ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ കാര്യം. നമ്മൾ ഓപ്പണിങ്ങിലേക്ക് കയറുന്നതല്ല. ഒരു ജോലിയും തുടക്കത്തിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ റിഗിൽ പോകുന്ന റിഫൈനറിയിൽ പോകുന്ന ജോലി കിട്ടില്ല. പക്ഷേ അവിടെ നമ്മൾ എക്സ്പീരിയൻസ്ഡായി, നമ്മൾ എക്സ്പേർട്ടായി, നമുക്ക് ആ ജോലി ചെയ്യാൻ ത്രാണിയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ജോലി കിട്ടും. എന്നാൽ അപ്രാപ്യമല്ല, ഇറ്റ് വിൽ കം. അത് ഇറ്റ് വിൽ കം ടു യു. നിങ്ങളത് ശ്രമിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ അതല്ലാണ്ട് നമ്മളിപ്പോൾ കാണുമ്പോഴേ ഞാൻ ഇത്രയും പൈസ മുടക്കി പഠിച്ചു എന്ന് കരുതേണ്ട കാര്യമില്ല. എന്തിനും നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. ആ ശ്രമത്തിൻ്റെ ഫലമാണ് ഇനി കിട്ടാൻ പോകുന്ന ജോലിയും തീർച്ചയായിട്ടും ഓഫ് ഷോറിൽ കിട്ടും. പക്ഷേ അതിനുള്ള ശ്രമത്തിൽ നിങ്ങൾ കഴിവുണ്ടാക്കിയെടുക്കും. പൊതുവേ നമ്മൾ കേൾക്കാറുണ്ട് ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൊതുവേ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, പുറത്തേക്കാണ് സാലറി ഗ്രോത്ത്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ പുറത്തേക്കാണ്. ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ലോകത്ത് 825 റിഫൈനറി ഉണ്ട്. ഇപ്പം നമുക്കുണ്ടാകുന്നൊരു 118ഓളം റിഗുകളുണ്ട്. 2024 മാത്രം തുടങ്ങിയ 4 ഏരിയയിലാണ്. കൊല്ലം എന്ന് പറഞ്ഞേക്കുന്നത് കൊല്ലത്തിന് സെൻട്രലിൽ നിന്ന് 49 കിലോമീറ്റർ 29 നോട്ടിക്കൽ മൈൽ അകലെ കാണുന്ന 18 കിണറുകൾ ഒന്ന് ചേർന്നേക്കുന്ന റിഗ്. അത് കുഴിച്ചെടുത്തേക്കുന്നത് ബ്രിട്ടീഷ് കമ്പനിയാണ്, ഡോൾഫിൻ ഇന്റർനാഷണൽ. ആ ഡോൾഫിൻ ഇന്റർനാഷണൽ കുഴിച്ചെടുത്തിട്ട് അത് റിഗ് ഇപ്പോൾ ഓപ്പറേഷനായി. നമ്മളിത് പരസ്യമില്ലാത്തത് അറിയാത്ത കാര്യം, ഇത് പൊളിറ്റിക്കൽ ഇൻഡിഫറൻസ് കൊണ്ട് നമ്മൾ അറിയാത്തതാ. തിരിച്ച് കൊങ്കൺ, മംഗലാപുരത്തിനും കാസർഗോഡിനും അപ്പുറം കൊങ്കനിൽ എണ്ണക്കിണറുണ്ട്. രാജമുദ്രിയിൽ കാര്യം ഹൈദരാബാദിൽ നിന്നുണ്ടാകുന്ന കാക്കിനാട് നിൽക്കുന്ന ഹാർബറിലുണ്ടാകുന്ന അവിടെ അതിനോട് ചേർന്നുണ്ടാകുന്ന റിഗുണ്ട്. അതിൻ്റെ 73 കിലോമീറ്റർ ദൂരെ ഉണ്ടാകുന്ന ആൻഡമാനിൽ 173 മീറ്ററിനകത്തുണ്ടാകുന്ന ക്രൂഡ് ഓയിൽ, അത് സൗദി അറേബ്യക്കാട്ടി വലുതെന്ന് നമ്മുടെ ONGC പറയുന്നത്. അതിനെക്കാട്ടി വലുതാണ് നമുക്ക് പറഞ്ഞേക്കുന്നുണ്ട് ഏകദേശം 2.5 കിലോമീറ്റർ താഴെ ഉണ്ടാകുന്ന നാച്ചുറൽ ഗ്യാസ്. ആ പറയുന്ന ഗ്യാസിൻ്റെ എല്ലാം നോക്കുകയാണെങ്കിൽ 4% മാത്രമുള്ള ഇന്ത്യയുടെ നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ ഫെസിലിറ്റി 22% മുകളിലാകുമെന്നാണ് ഇപ്പോഴുണ്ടാകുന്ന പെട്രോകെമിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെയും ജിയോളജിസ്റ്റുകളുടെയും എക്സ്പെക്ടേഷൻ. ആ പ്രതീക്ഷ വളരുമ്പോഴേക്കാണെങ്കിൽ നമുക്ക് അളവില്ലാത്ത ചോയ്സ് വരും. 70,000 പേര് ജോലി ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ റിഫൈനറി ഇന്ത്യയിലാണ് ജാംനഗർ റിഫൈനറി. ആ ജാംനഗർ റിഫൈനറിക്കകത്ത് ഇന്ന് 70,000 പേരുണ്ട്. 750 ഏക്കർ 1250 ഏക്കറായി ഡെവലപ്പ് ചെയ്യുക. പെട്രോളിയം ടു പെട്രോകെമിക്കൽ വരെയുള്ള എല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള സ്കോപ്പുകൾ. പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ജോലിക്കകത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കഴിയുമ്പോൾ കിട്ടുന്നത് 20, 22, 25 ആയിരിക്കും. പക്ഷേ വലിയ ഹാലിബർട്ടൺ പോലുള്ള
അല്ലെങ്കിൽ ട്രാൻസോഷൻ പോലെ ഉണ്ടാകുന്ന വലിയ യൂറോപ്യൻ കമ്പനികളൊക്കെ ആണെങ്കിൽ ഡോളറിൽ ശമ്പളം കൊടുക്കുമ്പം ഒരു റൂസ്റ്റർ ബോട്ടിന് $60,000 ഒരു വർഷം കിട്ടുമെന്ന് പറയുമ്പോഴേക്കാണെങ്കിൽ ശരാശരി 8 ലക്ഷം 10 ലക്ഷം എന്നുള്ള പ്രതീക്ഷ സ്വപ്നം കണ്ടുകൊണ്ട് ഇത് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു ബേസിക്കായ ജോലി കിട്ടും, പക്ഷേ അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ഭയങ്കര കഴിവ് മാത്രമായിരിക്കും. അതെ, അവിടെ നമുക്ക് ഈ IAS കിട്ടും, വലിയ ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്ന പോലെ തന്നെ ശ്രമിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുമ്പോൾ എണ്ണപ്പെട്ട 100-110 പേരെ ഒരു വർഷം ഏറ്റവും വലിയ IAS IPS IPSC വരുന്നത് അപ്പിയർ ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. അതേ സ്കോപ്പിൽ നമ്മൾ ഇതും കാണുമ്പോൾ കാര്യം ഞാൻ എത്രമാത്രം കഴിവുള്ളവനാണ്, ശ്രമമുള്ളവനാണെന്ന് എനിക്ക് സ്വയം തോന്നിയെങ്കിൽ മാത്രമേ എനിക്കതിനകത്ത് കയറിപ്പെടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു ചിന്ത ഉണ്ടാകണം. കാര്യം കിട്ടും, ഇത് പഠിച്ചാൽ ഹയർ ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ജോലി കിട്ടും. ജോലി നമ്മൾ തരും, പക്ഷേ ആ ജോലിയിൽ നിങ്ങൾ ശ്രമിച്ച് രക്ഷപ്പെട്ടോളൂ, നിങ്ങളത് കണ്ടെത്തിക്കണം. നമുക്ക് ചെയ്യാവുന്ന കാര്യം തള്ളാനേ പറ്റൂ, നിങ്ങളെ ഉന്തി തള്ളിവിടാം. ആ തള്ളിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ പുഷ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിൽ വളരെയേറെ പ്രതീക്ഷയുള്ള വലിയ ജോലി കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലും ഇതിന് ഓപ്പർച്യൂണിറ്റി ഒരുപാട് അവസരങ്ങളുണ്ട്. കാര്യം നമുക്കിപ്പോൾ തന്നെ ആണെങ്കിൽ നമുക്ക് പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്ന പല കമ്പനികൾ നോക്കുമ്പോൾ തന്നെ ആണെങ്കിൽ അവർക്ക് NDT സൂപ്പർവൈസർമാരെ വെൽഡേഴ്സിനെ കിട്ടാനില്ല, നല്ല വെൽഡേഴ്സിനെ കിട്ടാനില്ല. ഈ വെൽഡിങ് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആ വെൽഡിങ്ങിന് മാത്രം പോയി കഴിഞ്ഞാൽ ഒരു റിഗിൽ വർക്ക് ചെയ്യുന്ന ഒരു അണ്ടർ വാട്ടർ വെൽഡർക്ക് കിട്ടുന്ന $2 ലക്ഷം, 2 കോടി രൂപയാണ് ഒരു വർഷം കിട്ടുന്ന ശമ്പളം. 6 മാസം ജോലി ചെയ്യുമ്പം 2 കോടി രൂപയാണ് ഒരു അണ്ടർ വാട്ടർ വെൽഡർക്ക് കിട്ടുന്നത്. കാര്യം ഈ താഴോട്ട് വെക്കുന്ന മറൈൻ റേസറിനെയൊക്കെ വെൽഡ് ചെയ്യാനും റിപ്പയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ അത്ര ഇല്ല. അപ്പോൾ വെൽഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന സിമ്പിൾ മാറ്ററൊന്നുമല്ല. നാട്ടിലൊരു വെൽഡർ കിട്ടും ഒരു ദിവസം 5000 രൂപ. കാര്യം അത്ര ഈ വരുന്ന പുതിയ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫാബ്രിക്കേഷനും പുതിയ സ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സും പ്രോഗ്രാംസും ഒക്കെ വന്നപ്പോഴേക്കാണെങ്കിൽ വെൽഡേഴ്സിനെ കിട്ടാനില്ല. അപ്പോൾ ഈ വെൽഡിങ് മോശപ്പെട്ട പഠനമല്ല, അത് വളരെ കാലിവേടാണ്. NDT അതിനകത്തുണ്ടാക്കുന്ന വെച്ചാൽ അതിനകത്ത് തന്നെ ടെസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ഡെവലപ്മെൻറ്റ് വന്നാലും എപ്പോഴും മനുഷ്യൻ്റെ എഫക്റ്റ് വേണം. ഈ AI എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളതിൻ്റെ പിറകിൽ വേണം, അതിനെ ട്രെയിൻ ചെയ്യാൻ നമ്മൾ വേണം. ഈ നമുക്കുണ്ടാക്കുന്ന മെഷീനറി ഉപയോഗിക്കുമ്പോഴും അവിടെയും മനുഷ്യൻ്റെ എക്സ്പെർട്ടൈസ് ബ്രെയിൻ ഉണ്ടെങ്കിലേ പറ്റൂ. ആ ബ്രെയിനിനൊപ്പം നമ്മൾ നിന്നാൽ നമ്മൾ അതിനകത്താവും, ഇല്ലെങ്കിൽ നമുക്കൊരു കാരണവശാലാകാൻ പറ്റത്തില്ല. ഓക്കെ സാർ, സാറിൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, അതായത് സാറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ സൗദി അറാംകോ, അബുദാബി അഡ്നോക്ക് പോലത്തെ വലിയ വലിയ കമ്പനികളിലുള്ള എക്സ്പീരിയൻസാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഈ ഒരു കോഴ്സ്, ഈ ഒരു പർട്ടിക്കുലർ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് ചൂസ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിന്, അല്ലെ ഈ ഫീൽഡിൽ ജോബ് അന്വേഷിക്കുന്ന സ്റ്റുഡൻസ്, അല്ലെ ഇവരുടെ പേരൻസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? കോഴ്സ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്കുണ്ടാകുന്ന എൻ്റെ ഒറ്റ അഡ്വൈസേ ഉള്ളൂ. ഇവിടെ എപ്പോഴും ഞാൻ പറയും, പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠയായിരിക്കും. നമ്മൾ ഏൽക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യണം. അത് പേരൻസിനോടുള്ള അഡ്വൈസാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ വിടുന്ന സമയത്ത് മക്കളെ നീ കൃത്യമായി പോയി പഠിച്ച് നമ്മൾ മടക്കുന്ന ഈ പൈസ കൊണ്ട് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നല്ലൊരു ജോലിയാണ്, നീ ഞങ്ങൾക്കൊന്നും തരണ്ട, നീ രക്ഷപ്പെട്ട് പൊക്കോണം. അതിന് നീ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകണമെങ്കിൽ ആദ്യം നീ കൃത്യനിഷ്ഠയുള്ള കുഞ്ഞായി മാറും. ഡിസിപ്ലിൻ ഈസ് സക്സസ്. അതാണ് എൻ്റെ കാര്യം, അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വൈസ്. ഡിസിപ്ലിനാണ് സക്സസ്. നിങ്ങൾ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഇതുപോലെ ഓടാൻ പറ്റുമോ? രണ്ടുപേരും ഒരുപോലെ ഓടിയെങ്കിൽ നടക്കുമായിരുന്നോ? അത് നമ്മുടെ ഡിസിപ്ലിനാണ്. എന്താ അറിയോ, നമ്മുടെ ആവശ്യം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ താല്പര്യം, നമ്മുടെ ലക്ഷ്യം, അത് ഉള്ളിടത്തെല്ലാം സക്സസ് ഉണ്ടാകുകയും ചെയ്യും, ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് എൻ്റെ എനിക്കുള്ള അഡ്വൈസ്. അത് മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ കാണുന്ന വിജയിക്കുന്നവനെ നോക്കുമ്പോൾ നമ്മൾ കോക്കറി കുത്തിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ അവനെ ഒരു മോശമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. ആ വിജയിക്കുന്നവൻ്റെ മുന്നിൽ അവൻ്റെ കഠിനാധ്വാനം, അവൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്. ആ ഹാർഡ് വർക്കിന് അവനെ ഏറ്റവും കൂടുതൽ അവനെ മുന്നിൽ നിർത്തുന്നത് പങ്ക്ച്വാലിറ്റിയാണ്. പങ്ക്ച്വലാണോ ഏതൊരു കുഞ്ഞും സക്സസ് ആകും. നമ്മൾ ഏതൊരു അനുഭവം നോക്കിയാൽ ഈ ലോകത്ത് കാണുന്ന മഹാന്മാരാകുന്ന പല ആൾക്കാരും, നോബൽ സമ്മാനം വാങ്ങിയ ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എന്താ? ബേസിക് വിദ്യാഭ്യാസമേ ഉള്ളൂ. വെറുതെ ഗ്രാജുവേറ്റ് എന്ന് എഴുതി വെച്ചേക്കുന്നതാണ്. ഇന്ത്യയിൽ 50 ഡോക്ടറേറ്റ് കിട്ടിയേക്കുന്ന APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പറഞ്ഞത് എന്തുവാ? ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് മാത്രം. അത് കഴിഞ്ഞ് ISRO കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ലോകത്തുള്ള എല്ലാം പഠിച്ച് അദ്ദേഹം ഇതുമെടുക്കാനായി പറയും. അപ്പം നിങ്ങൾ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ പഠിക്കുന്നതിൻ്റെ പ്രശ്നം. നിങ്ങൾക്ക് എത്താൻ വഴി എത്രയോ മോഡൽസ് ഉണ്ട്, എത്രയോ പേരുണ്ട്, ഇല്ലേ? അതാണ് നമ്മുടെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം ലുക്ക് ദ ഗ്രേറ്റ് മെമ്പേഴ്സ്, ഇമിറ്റേറ്റ് ദം. അത് സിമുലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ സിമുലേറ്റ് ചെയ്യുക, മിമിക്ക് ചെയ്യണം. അവരെ മിമിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരായി മാറും. അതിന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങാൻ പറ്റി. എൻ്റെ പ്രായത്തിൽ ഇനി പറ്റത്തിൽ പ്രായം കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് എപ്പോഴും തോന്നുന്ന കാര്യം, ഇത് എപ്പോഴും പറയുന്ന കാര്യമാണ്, വെൻ യു ആർ പങ്ക്ച്വൽ യു ആർ എ സക്സസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വൈസ്. വേറെ ഒന്നുമില്ല. എല്ലാവരോടും ഞാൻ പറയുന്നത് അത് തന്നെയുള്ളൂ. വെൻ യു ആർ പങ്ക്ച്വൽ യു ആർ എ സക്സസ്. താങ്ക് യു സാർ. ഇത്രയും നേരം നമ്മുടെ കൂടെ രാജീവ് സാറ് ഇത്രയും, അതായത് ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്താണെന്നും ഇപ്പോൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് സാറ് ഷെയർ ചെയ്തു.
അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ്, അതായത് ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു ജോബ് നേടാം, അല്ലെങ്കിൽ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഒരു ബെറ്റർ ജോബിലേക്ക് എത്താൻ നിങ്ങളെ കേപ്പബിൾ ആക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആണ് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ക്വാളിറ്റിക്ക് ഒരു സെപ്പറേറ്റ് സെക്ഷൻ, അതേപോലെ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ, സേഫ്റ്റി, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഈ പറഞ്ഞ 4 മേഖലകളും കവർ ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതലും പ്രാക്ടിക്കൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട്, നിങ്ങൾക്കറിയാം ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അവിടെ പ്രാക്ടിക്കൽസിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ സ്റ്റുഡൻസിനെ പ്രാക്ടിക്കലി കാര്യങ്ങൾ പഠിപ്പിച്ച് ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ കോഴ്സ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. Aadi Group of Institutions, the most trusted quality training provider.